ഹലോ, ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണേ. ഇവിടെ ഇപ്പോൾ രാവിലെ 5 മണിയായിട്ടുണ്ട്. സ്കൂളും ഓഫീസും ഒക്കെ ഉള്ള ദിവസം ഞാൻ 5 മണിക്കാണ് കേട്ടോ എണീക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇവിടെ ഹസ്ബൻഡിനും മോനും ഫുഡ് കൊണ്ടുപോകണം. മോന് രാവിലെ കഴിക്കാനായിട്ട് ചപ്പാത്തിയോടെ കുറച്ച് ന്യൂട്ടെല്ല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ന്യൂട്ടെല്ല അവന് ഇഷ്ടമാണ്, പക്ഷെ അവൻ സ്ഥിരമൊന്നും കഴിക്കാറില്ല. പിന്നെ ലഞ്ച് അവനങ്ങനെ കൊടുക്കുന്നില്ല, സ്നാക്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ ഒരു വീട്ടിലെത്താറുണ്ട്. അതുകൊണ്ട് ഞാൻ ചോറൊന്നും അങ്ങനെ കൊടുത്തു വിടാറില്ല. ഹസ്ബൻഡിന് ചപ്പാത്തി തന്നെ കേട്ടോ കൊടുക്കുന്നത്. ഉച്ചയ്ക്ക് ഇവിടെ ആർക്കും അങ്ങനെ ചോറൊന്നും വലിയ ഇഷ്ടമല്ല. ഇവിടെ കുട്ടികൾക്കൊക്കെ ഏപ്രിലാണ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ജൂണൊക്കെ ലാസ്റ്റ് ആകുമ്പോൾ ഇവർക്ക് വെക്കേഷൻ ആവും, സമ്മർ വെക്കേഷൻ വരുന്നുണ്ട്. രാവിലെ ഇവനെ റെഡിയാക്കി എടുക്കാൻ വലിയ കഷ്ടപ്പാടാണ് കേട്ടോ. ഞങ്ങളുടെ വില്ലയിൽ നിന്ന് കുറച്ച് അങ്ങോട്ടാണ് ബസ് നിർത്തുന്നത്. ഇപ്പോൾ ഇവിടെ സമ്മറാണ്, പക്ഷേ രാവിലെ അധികം ചൂടൊന്നുമില്ല കേട്ടോ. രാവിലെ ഇങ്ങനെ നടന്നു പോകാൻ നല്ല രസമാണ്. ഒത്തിരി പക്ഷികളുടെ സൗണ്ട് ഇങ്ങനെ കേൾക്കാം. ഞങ്ങൾ താമസിക്കുന്ന ഏരിയ അറബ്സിൻ്റെ ഏരിയ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ ഫുള്ള് അവരുടെ വീടാണ്. വഴികളുടെയൊക്കെ ഇങ്ങനെ ഒത്തിരി ഡേറ്റ്സിൻ്റെ മരങ്ങൾ നിൽപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ ഡേറ്റ്സൊക്കെ ഒരുപാട് പിടിച്ചു വന്നിട്ടുണ്ട്. ഇവൻ്റെ ബസ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഡേറ്റ്സൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇത് അവരുടെ വീടിൻ്റെ പുറത്ത് നിൽക്കുന്ന ഡേറ്റ്സിൻ്റെ മരങ്ങളാണ്. ഇതിൽ അത്യാവശ്യം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വലിയ ടൈപ്പ് ഡേറ്റ്സാണ്. ഇതൊരു യെല്ലോ കളർ ആവും കേട്ടോ. നന്നായിട്ട് പഴുത്ത് വരുമ്പോൾ ബ്രൗൺ കളറായിട്ട് മാറും. ഇവരിങ്ങനെ വലയൊക്കെ ഇട്ട് നിർത്തിയേക്കുക, ഇല്ലെങ്കിൽ പക്ഷികളൊക്കെ കൊത്തി കഴിക്കും കേട്ടോ ഈ ഡേറ്റ്സ്. ഇതൊരു ചെറിയ മാവാണേ. ഇത് കഴിഞ്ഞ മാസം ഇതിൽ മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീട് ഞാൻ കൊടുക്കാമേ. ഇപ്പം ഇതിൽ മാങ്ങയൊന്നുമില്ല. പിന്നെ ഞാൻ ഒത്തിരി ഇവിടെ കണ്ടിട്ടുള്ള ഒരു മരമാണ് വേപ്പില. നമ്മുടെ ആര്യവേപ്പിലയില്ലേ, അതാണ് കേട്ടോ. അത് ഇവിടെ ഒരുപാട് മരങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും ഞാൻ ഇത്രയും കണ്ടിട്ടില്ല. അതിലിങ്ങനെ ചെറിയ ചെറിയ കായൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒത്തിരി സ്ഥലത്ത് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ വില്ലയിൽ അടുത്ത വില്ലയിലുള്ള ഡേറ്റ്സിൻ്റെ മരമാണ് കേട്ടോ. ഇത് പുറത്താണ് കേട്ടോ ഈ മരങ്ങൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഒത്തിരി ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഡേറ്റ്സിനേക്കാളും നമ്മൾ മരത്തിൽ നിന്ന് ഇങ്ങനെ ഫ്രഷായിട്ട് പറിച്ച് കഴിക്കുമ്പോൾ വായിലിട്ട അലിഞ്ഞു പോകും. അത്രയും ടേസ്റ്റ് എന്ന് പറയുന്നത് പോലെ അടിപൊളി ടേസ്റ്റാണ്. പക്ഷെ നന്നായിട്ട് കഴുകിയിട്ട് മാത്രമേ കഴിക്കാറ്, ഇല്ലെങ്കിൽ ഇതിൽ മൊത്തം പൊടിയുണ്ട് കേട്ടോ. ഈ ഡേറ്റ്സ് ഈ കളറാണ് കേട്ടോ, റെഡ് കളറാണ്. നമ്മൾ നേരത്തെ കണ്ടത് യെല്ലോ കളറായിട്ടുള്ളതാണ്. ഇത് റെഡ് കളറാണ്. ഇത് കഴിക്കുമ്പോൾ ചെറിയൊരു മധുരമുണ്ട്, പിന്നെ പുളിപ്പും പിന്നെ കറയുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് പഴുത്തിട്ട് മാത്രമേ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരത്തുള്ളൂ. ഞങ്ങളുടെ വില്ലയിൽ ഒരൊറ്റ ഡേറ്റ്സിൻ്റെ മരം പോലും ഇല്ല. ഇതൊക്കെ അടുത്ത് നിൽക്കുന്ന ഡേറ്റ്സിൻ്റെ മരങ്ങളാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. ഇത് ഞങ്ങളുടെ വില്ലയുടെ മതിലിനോട് ചേർന്ന് നിൽക്കുന്ന വേറെ 2 വലിയ മരങ്ങളാണ്. ഇതിൽ ഞങ്ങൾ നേരത്തെ കണ്ടതുപോലത്തെ ആ യെല്ലോ കളറ് കുറച്ചും കൂടെ വലിപ്പമുള്ള ഡേറ്റ്സാണ് കേട്ടോ. അതും പിന്നെ റെഡ് കളറിൻ്റെ വലിയ ഡേറ്റ്സാണ് നിൽക്കുന്നത്.
രാവിലെ ഞാനിങ്ങനെ ചെടിയൊക്കെ കുറേ നോക്കി ഇങ്ങനെ നിൽക്കും കേട്ടോ. ഇവിടെ ഒത്തിരി പക്ഷികൾ വന്നിങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. നല്ല രസമാണ് കേട്ടോ. സമ്മർ ആണെങ്കിലും അധികം ചൂടൊന്നുമില്ല. പക്ഷേ ഉച്ചയൊന്നും ആകുമ്പോൾ നമുക്ക് പുറത്തിറങ്ങാനേ പറ്റത്തില്ല, അത്രയ്ക്ക് ചൂടാണ്. ഇത് ഞങ്ങളുടെ വില്ലയിലുള്ള മുരിങ്ങമരമാണ്. ഇതിൽ ഒത്തിരി മുരിങ്ങയിൽ കാ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമ്മറായപ്പോൾ എല്ലാം ഉണങ്ങിപ്പോയി കേട്ടോ. ഇതിൻ്റെ മുകളിലിരിക്കുന്നത് തത്തയാണേ. നമ്മുടെ നാട്ടിലെ തത്തേരെ അത്ര ഭംഗിയൊന്നുമില്ല കേട്ടോ. ഇവിടെ ചൂടായതുകൊണ്ടാണെന്നറിയില്ല, ഇതിൻ്റെ കളറൊക്കെ എന്തോ പോലെ ഒരു നരച്ച കളറായി കേട്ടോ. ഇതിൻ്റെയൊക്കെ ഈ സീഡ് കൊത്തി കഴിക്കാനാണെന്ന് തോന്നുന്നു കേട്ടോ. രാവിലെ വന്ന് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാനൊരു 9 മണിയൊക്കെ ആയപ്പോൾ ചപ്പാത്തിയും പിന്നെ പൊട്ടറ്റോ കറിയായിരുന്നു. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇത് ഇവിടെയുള്ള 10 മണി പൂവാണ് കേട്ടോ. നിറച്ചും പൂത്തിട്ടുണ്ട്. ഇവിടെ വേറെയും കുറേ ചെടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സമ്മർ ആയപ്പോൾ എല്ലാം ഉണങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ രാവിലത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.